അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എല്ലാ മുർസലീങ്ങൾക്കും നൽകിയ ആശയം പഠിപ്പിച്ചു. ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, എനിക്ക് നിങ്ങൾ ഇബാദത്ത് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ മുർസലീങ്ങളെയും പറഞ്ഞയച്ചത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി സുബ്ഹാനല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരോടും സഹായം ചോദിക്കാൻ പാടില്ല എന്നൊരു പുതിയ തൗഹീദ് ചിലർ കൊണ്ടുവന്നു. പരിശുദ്ധ ഖുർആനിൽ അതിന് വിരുദ്ധമായിട്ടല്ലേ ഉള്ളത്. സഹായം ചോദിച്ചാൽ സഹായിക്കണമെന്നല്ലേ ഖുർആനിലുള്ളത്, സഹായം ചോദിക്കരുത് എന്നല്ലല്ലോ ഖുർആനിലുള്ളത്. എന്താണ് പേരോട് മുസ്ലിയാരെ? ഒന്നുമില്ലെങ്കിലും പ്രായത്തിലായില്ലേ, എത്ര സ്ഥലത്ത് നിന്ന് വാദപ്രതിവാദത്തിനൊന്നും ഖണ്ഡനത്തിനും പള്ളാറസ് കിട്ടിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ? എന്തൊരു ദുർവ്യാഖ്യാനാണിത്. മുബര് പറയണേ അള്ളാഹു അല്ലാത്ത ആരോടും സഹായം ചോദിക്കാൻ പാടില്ല എന്നൊരു പുതിയ തൗഹീദ് ചില ആളുകൾ വന്നു. ആരാണ് മുസ്ലിയാരെ അങ്ങനെ പറഞ്ഞത്? അള്ളാഹു അല്ലാത്ത ഒരാളോടും ഒരു സഹായം ചോദിക്കാൻ പാടില്ല എന്നാരെ പറഞ്ഞത്? അതാണോ സലഫികളും സമസ്തക്കാരും തമ്മിലുള്ള തർക്കം? അതാണോ ഇവിടുത്തെ സലഫികളും സൂഫികളും തമ്മിലുള്ള തർക്കം? യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ ആളുകളും നിങ്ങളെ പോലെയുള്ള കുബൂരികളും തമ്മിലുള്ള തർക്കം അതാണോ? അള്ളാഹു അല്ലാത്ത ആരോടും ഒന്നും ചോദിക്കാൻ പാടില്ല, അതാ തർക്കം? എന്താണ് നമ്മുടെ തർക്കത്തിന്റെ മർമ്മം? അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിയോട് ചോദിക്കാൻ പാടില്ല. അമ്പോർത്തങ്ങളെ എന്റെ രോഗം മാറ്റണേ, ബദരീങ്ങളെ എനിക്കൊരു കുട്ടിയെ തരണേ, മൊയ്തീശേഖെ എനിക്ക് ഹിദായത്ത് തരണേ എന്നതുപോലെയുള്ള ചോദ്യങ്ങൾ അത് പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അത് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. ഇതാണ് നമ്മളെ തർക്കം. അല്ലാതെ രാമൻകുട്ടിയെ വിളിച്ചിട്ട് തേങ്ങട്ടുണ്ട് രാമൻകുട്ടി എന്ന് പറയാൻ പാടില്ല എന്ന്, ഒരു സുഹൃത്തിനോട് എനിക്കൊരു 10,000 രൂപ വായ്പുണ്ടോ എന്ന് പറയാൻ പാടില്ല എന്ന്, തന്നെ ഒരു ഡോക്ടറെ അടുത്തേക്ക് അസുഖം വന്നാൽ പോകാൻ പാടില്ല എന്ന്. ഇതാണോ നമ്മൾ തമ്മിലുള്ള തർക്കം? ഇവിടുത്തെ സലഫികളും സമസ്തക്കാരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന സഹായതേട്ടം എന്താണ് പേരോടെ? ജനങ്ങളെ പറഞ്ഞ പൊട്ടന്മാരൊക്കെ. എന്നിട്ട് അതിന്റെ തെളിവ് ഖുറാനിലെ ആയത്ത്, സഹായം ചോദിക്കണം എന്നാണ് ഖുറാനിലുള്ളത്. ഏതായത്ത്? ഉപരി ഓതാണ് എന്താണ് ആയത്ത്? ഇത് നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയത്തിനുള്ള തെളിവാണോ? ഇതെന്താണ് സംഭവം? ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഹിജ്റ പോകാതെ ഈ നാട്ടിൽ തന്നെ നിൽക്കുന്ന ചില സത്യവിശ്വാസികളായ ആളുകൾ, ആ സത്യവിശ്വാസികൾക്കെതിരെ ശത്രുക്കൾ ദീനിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരിങ്ങോട്ട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സഹായിക്കണം എന്നാണ്. അതാണോ മുമ്പോർത്ത് തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മൊയ്തീശേഖ എനിക്കൊരു കുട്ടിനെ തരണേ, മടവൂരെ എന്റെ രോഗം മാറ്റി തരണേ എന്ന് പറയാനുള്ള തെളിവാപ്പത് തന്നെ? വിഷയത്തിനോട് അട്ടിമറിക്കുക. ഇയാൾക്ക് പ്രായത്തിലായില്ലേ? നമ്മൾ തമ്മിലുള്ള തർക്കം എന്താണ്? മമ്പുറത്ത് തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മടവൂർ ശേഖ എനിക്ക് ഹിദായത്ത് തരണേ, മൊയ്തീശേഖ എന്നെ സ്വർഗത്തിലാക്കണേ, നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ, ഇത് പറയാൻ പാടുണ്ടോ? ഇല്ലേ? ആ സഹായത്തേട്ടമാണ് നമ്മൾ തമ്മിലുള്ള തർക്കം. അതിനെക്കുറിച്ച് ഈ ഷാജാൽ പേരോടിന്റെ മകൻ തന്നെ പറയുന്നു.